ആലപ്പുഴ പുറക്കാട്ട് കടൽ ഉൾവലിഞ്ഞു. പുറക്കാട് തീരത്ത് 50 മീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞത്. ചാകരയ്ക്ക് മുന്നോടിയായുള്ള സ്വാഭാവിക പ്രതിഭാസമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇന്നലെ രാത്രി മുതലാണ് പുറക്കാട് കടൽ ഉൾവലിഞ്ഞു തുടങ്ങിയത്. വെളുപ്പിന് 5:30 വടക്ക് പായൽക്കുളങ്ങര മുതൽ തെക്കോട്ട് 850 മീറ്റർ ദൂരം നീളത്തിൽ കടൽ വീണ്ടും ഉൾവലിഞ്ഞു. ഇതോടെ തൊഴിലാളികൾ മത്സ്യബന്ധന ഉപകരണങ്ങൾ കരയിൽ നിന്ന് മാറ്റി തുടങ്ങി. സ്വാഭാവികമായ പ്രതിഭാസമെന്ന പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ. പ്രതിഭാസം രൂപപ്പെടുന്നത് ചെളി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തെയാണ്. അത് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ ഇത് കണ്ട് പരിചയിച്ചിട്ടുള്ളവരാണ്. ആശങ്കയുണ്ടായത് സുനാമി ദുരന്തത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് ഇതിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളടക്കം ആശങ്കപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളൊക്കെ തന്നെ വളരെ വലിയ തരത്തിലേക്ക് ഇത് ഗൗരവത്തോടെ കാണാൻ പറ്റുന്നു. സുനാമിക്ക് മുമ്പ് ഇത്തരത്തിൽ കടൽ വലിഞ്ഞിരുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളും ആശങ്കയിലായി. തീരത്ത് നങ്കൂരമിട്ട ബോട്ടുകളും വള്ളങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റിയതിനാൽ വൻ നാശം ഉണ്ടായില്ല. വിദഗ്ധ പഠനത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. ഫിഷറീസ് വകുപ്പ് ശാസ്ത്രീയ പഠനം നടത്തും. ഇതിപ്പോൾ കടൽ ഉൾവലിഞ്ഞതാണ്. ചില സമയത്ത് രൂക്ഷമായ കടൽക്ഷോഭമാണ്. അപ്പടി നഷ്ടം സംഭവിക്കുന്നത് സാധാരണ തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങൾക്കാണ്. അതുകൊണ്ടിപ്പോൾ മാരിടൈം ബോർഡാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ഹാർബറുകൾ ഡ്രഡ്ജ് ചെയ്ത് ഡീപ്പനിങ് ചെയ്ത് അതിൻ്റെ ഹാർബറുകൾ ഒരുക്കണം എന്നൊരു സമീപനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ വിവിധ മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. കടൽ ഉൾവലിഞ്ഞ പ്രദേശങ്ങളുടെ സമീപ തീരമേഖലകളായ തോട്ടപ്പള്ളി, പൂന്തല, ആലപ്പുഴ എന്നിവിടങ്ങളിൽ കടലേറ്റവും ഉണ്ടായി. 24 ആലപ്പുഴ.